മൂക്കിലെ ദശ അഥവാ ഡേസൽ പോളിപ്സ് എന്താണിത്, ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ, ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെ, ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബില, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ മൂക്കിലും മൂക്കിന്റെ ചുറ്റുമുള്ള സൈനസുകളിലും ചെറിയ മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. ഈ മ്യൂക്കോസൽ ലൈനിങ്ങിൽ നിന്ന് ചെറിയ ചെറിയ പുതിയ ദശകൾ വരുന്നതിനെയാണ് നേസൽ പോളിപ്പ് എന്ന് പറയുന്നത്. ഇത് വേദനയുള്ള ഒരു ഗ്രോത്ത് അല്ല, അത് മാത്രമല്ല ഇത് ക്യാൻസറിലേക്കുള്ള പരിണാമം വരുന്ന ഒരു ദശയുമാണ്. ഇതാണ് പലപ്പോഴും പല പേഷ്യൻസും മൂക്കിൽ ദശ നിറയുമ്പോൾ ചോദിക്കുന്ന ഒരു സംശയം. അപ്പോൾ ഈ മൂക്കിന്റെ ദശ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇനി ഈ മൂക്കിന്റെ ദശ എന്തുകൊണ്ടുണ്ടാകും? ഞാൻ നേരത്തെ പറഞ്ഞ ഈ മ്യൂക്കോസൽ ലൈനിങ് വളരെ വെറ്റായിട്ട് എപ്പോഴും അതിന്റെ ഉള്ളിൽ നിന്ന് മ്യൂക്കസ് സെക്രീഷൻസ് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ മ്യൂക്കോസൽ ലൈനിങ് എന്തെങ്കിലും കാരണവശാൽ ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ആണ് ഈ നേസൽ പോളിപ്പിന്റെ തുടക്കമുണ്ടാകുന്നത്. അപ്പോൾ ഈ വരുന്ന ഇറിറ്റേഷൻ കുറെ കാലം തുടർച്ചയായി നിന്നാൽ ഇത് ചുവന്നു വരും ആദ്യം. അത് കഴിഞ്ഞാൽ ഇത് വീർത്ത് നല്ല ഉരുണ്ട തടിച്ച ദശ പോലെയായി തീരും. ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവും? പ്രധാനമായും മൂക്കിലെ അലർജി, പിന്നെയുള്ളത് നമ്മുടെ മൂക്കിലും മൂക്കിന്റെ ഉള്ളിലെ സൈനസുകളിലും ഒക്കെ ചെറിയ ചെറിയ ഫംഗസുകളുണ്ട്. പലപ്പോഴും ശരീരം ഇതിനോട് അമിതമായിട്ട് പ്രതികരിക്കാറില്ല. എന്നാൽ ചില ആളുകളിൽ അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് എന്ന പ്രശ്നമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള നേസൽ പോളിപ്പുകൾ ഉണ്ടാവാം. അത് മാത്രമല്ല, വിട്ടുമാറാത്ത സൈനസൈറ്റിസിൽ നേസൽ പോളിപ്പുകൾ കാണാറുണ്ട്. അപ്പോൾ അലർജിയും ഇൻഫ്ലമേഷനുമാണ് പ്രധാനമായും നേസൽ പോളിപ്പിനുള്ള കാരണം. പിന്നെ ആസ്മയുള്ളവരിൽ കൂടുതൽ ആളുകളിലും അലർജി ഉണ്ടാവും. ഇത്തരക്കാർക്കും നേസൽ പോളിപ്പുകൾ ഉണ്ടാവും. വളരെ റെയറായി സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗമുള്ളവരിൽ നേസൽ പോളിപ്പ് കാണാറുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ നേസൽ പോളിപ്പ് വരാം. എന്നാൽ കൂടുതലായും ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞവരിലാണ് ഇത്തരം പോളിപ്പുകൾ സാധാരണയായിട്ട് കാണാറ്. എന്തൊക്കെയാണ് ഈ നേസൽ പോളിപ്പ് ഉണ്ടാക്കുന്ന രോഗലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് മൂക്കടപ്പാണ്. മൂക്കിന്റെ ഉള്ളിൽ എയർ പോകുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ബ്ലോക്ക് ഒന്നുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ സാധാരണ പോവാറ്. എന്നാൽ ഇപ്പോൾ ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് ദേശീയപാത പണിയുന്നത് കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഡീവിയേഷൻസ് ആണ്, പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കുകളാണ് ഈ നേസൽ പോളിപ്പ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം ബ്ലോക്ക് കാരണം മൂക്കടപ്പ് ഉണ്ടാകുന്നു. ഈ മൂക്കടപ്പ് കാരണം വായ തുറന്ന് ഉറങ്ങേണ്ടി വരുന്നതിന്റെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഊർഗം വലി, തൊണ്ടയൊക്കെ ഉണങ്ങി വരണ്ടു പോവുക, ചുണ്ടു വിണ്ടു കയറുക. പിന്നെ മൂക്കടപ്പ് കാരണം മണം അറിയുന്നതിന്റെ കുറവ്, മണം അറിയുമ്പോൾ രുചിയും കുറയുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ മണം അറിയാൻ ഉപയോഗിക്കുന്ന ഓൾഫാക്ടറി ഏരിയ എന്നൊരു ഭാഗം മൂക്കിന്റെ മുകൾ വശത്തുണ്ട്. അപ്പോൾ ഇവിടെ ഈ പോളിപ്പുകൾ നിറയുന്നത് കൊണ്ടാണ് പോളിപ്പുള്ളവർക്ക് മണം അറിയാനുള്ള കഴിവ് കുറയുന്നത്. ഇതോടൊപ്പം രുചിയും കുറയും. രാത്രിയിലെ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് പകൽ എണീക്കുമ്പോൾ ക്ഷീണിതരായിട്ട് കാണപ്പെടാം. പിന്നെ ഈ മൂക്കിൽ ദശ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നവർക്ക് ഇടയ്ക്കിടെ സൈനസ് ഇൻഫെക്ഷൻ, മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെയുള്ള സൈനസൈറ്റിസ് വരുന്നത് കൊണ്ട് മുഖത്ത് എപ്പോഴും ഒരു വേദന, അതിന് ഫേഷ്യൽ പെയിൻ എന്ന് പറയാം, മുഖത്തെന്തോ ഒരു ഭാരം പോലെയൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ നേസൽ പോളിപ്പ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി നേസൽ പോളിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. മൂക്കടപ്പ് എപ്പോഴും ഉണ്ട്. ഒരു 3 ആഴ്ചയിൽ കൂടുതൽ മൂക്കടപ്പ് മാറാതെ നിൽക്കുന്നു. ജലദോഷത്തിന്റെ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും ഈ മൂക്കടപ്പ് മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ENT ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മൂക്കിൽ പരിശോധിച്ച ശേഷം കൃത്യമായിട്ട് പറഞ്ഞു തരും നേസൽ പോളിപ്പ് ഉണ്ടോ എന്ന്. ചില അവസരത്തിൽ നമുക്ക് മൂക്ക് ഹെഡ്ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ നേസൽ പോളിപ്പ് കൃത്യമായിട്ട് കാണാം. ഇതിന്റെ കൂടെ തന്നെ മൂക്കിൽ ഒരു ചെറിയ ക്യാമറ വയ്ക്കുന്ന നേസൽ എൻഡോസ്കോപ്പി എന്ന പ്രൊസീജിയറും കൂടി ചെയ്താൽ ചില അവസരത്തിൽ പിന്നിലോട്ടൊക്കെയുള്ള ഈ ദശ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു നേസൽ പോളിപ്പിന്റെ പ്രശ്നം സൈനസിന്റെ ഉള്ളിലും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അവിടെ ക്രോണിക് സൈനസൈറ്റിസിന്റെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ CT സ്കാൻ, നോസ് ആൻഡ് പാരനേസൽ സൈനസസ് എന്ന ടെസ്റ്റ് കൂടി നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടി വന്നേക്കാം. അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ചില രക്തപരിശോധനകൾ, പ്രത്യേകിച്ചും IgE, എസ്നോഫിൽസ് ലെവൽ തുടങ്ങിയവയൊക്കെ ഇതിന്റെ കൂടെ ഡോക്ടർ ചിലപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞേക്കാം.
നേസൽ പോളിപ്പ് മൂക്കിലുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചികിത്സയാണ് ഇതിന് നൽകേണ്ടത്? ആദ്യം ഇത് കുറയാനായിട്ടുള്ള മരുന്നുകളാണ് ഏറ്റവും ആദ്യം ട്രൈ ചെയ്യുക. ഉള്ളിലോട്ട് കഴിക്കുന്ന മരുന്നുകളോടൊപ്പം മൂക്കിലടിക്കുന്ന സ്പ്രേ, ഇത് കൂടുതലും സ്റ്റിറോയിഡ് അടങ്ങിയ നേസൽ സ്പ്രേസ് ആണ് നേസൽ പോളിപ്പിന് കൊടുക്കാറ്. ഇതിന്റെ കൂടെ തന്നെ മൂക്കിലുള്ളിലെ ഈ ദശ ചുരുങ്ങാനായിട്ടും അവിടെയുള്ള ഫ്ലൂയിഡ് ഒക്കെ ഒന്ന് വലിയാനായിട്ടും നമുക്ക് മൂക്കിലൊന്ന് സലൈൻ വാഷ് ചെയ്യാം. ഇത് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഒരു 500 ml സലൈൻ ബോട്ടിൽ നിന്ന് ഒരു 10 ml സിറിഞ്ച് എടുത്ത ശേഷം ഈ സലൈൻ ഒന്ന് വലിച്ചെടുക്കുക. ഇത് നമ്മുടെ മൂക്കിലേക്ക് നീഡിൽ മാറ്റിയ ശേഷം ഒരു വാഷ് ബേസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മൂക്കിലേക്ക് ഈ സലൈൻ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മൂക്കിലുള്ള കഫവും ഒക്കെ മറ്റു മൂക്കിൽ കൂടെയും വായിലൂടെയും ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ നേസൽ പോളിപ്പ് ഉള്ളവർക്ക് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നേസൽ വാഷ് ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നല്ലൊരു പരിഹാരം ഉണ്ടാവും. നേസൽ വാഷ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നേസൽ സ്പ്രേ ഉപയോഗിക്കുന്നതിന്റെ ഇഫക്റ്റീവ്നെസ് കൂടുകയും ചെയ്യും. സാധാരണ മിക്ക ആളുകൾക്കും ഈ നേസൽ സ്പ്രേ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഉപയോഗിച്ചാൽ പലപ്പോഴും ഈ ദശ ചുരുങ്ങി തന്നെ കിട്ടാറുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ സ്പ്രേ അടിച്ചിട്ടും ചുരുങ്ങുന്നില്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഉപയോഗിച്ച് ഈ നേസൽ പോളിപ്പ് നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. രോഗിയെ ഒന്ന് മയക്കം കൊടുത്ത ശേഷമാണ് സാധാരണ ഈ എൻഡോസ്കോപ്പിക് സർജറി ഒക്കെ ചെയ്യാറ്. സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം സലൈൻ വാഷും നേസൽ സ്പ്രേയും ഒക്കെ തുടർന്നും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ നേസൽ പോളിപ്പുകൾ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? പ്രധാനമായും നേസൽ അലർജി കൺട്രോൾ ചെയ്യാറുള്ളതാണ്. നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പുതപ്പൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി വെയിലത്തിട്ട് ഉണക്കാം. നിലത്തിടുന്ന കാർപ്പറ്റ്, മാറ്റ് തുടങ്ങിയവയൊക്കെ പൊടിയില്ല എന്ന് ഉറപ്പാക്കുക. കിടന്നുറങ്ങുന്ന റൂമിൽ ഒരിക്കലും നമ്മുടെ പെറ്റ്സിനെ കയറ്റാതിരിക്കുക. അതേപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം, സ്മോക്കിംഗ്, അത് പ്രൈമറി സ്മോക്കിംഗ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ആണെങ്കിൽ പോലും ഇത്തരം ഇറിറ്റൻസിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നേസൽ പോളിപ്പ് എന്താണെന്നും അത് എന്തുകൊണ്ടുണ്ടാവുന്നു, ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ ചികിത്സിക്കാം, നേസൽ പോളിപ്പ് ഉള്ളവർ എങ്ങനെയാണ് സലൈൻ വാഷ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.